സ്ത്രീപീഡകന്മാർ ഏതെങ്കിലും ഒരു മതത്തിലോ ഏതെങ്കിലും ഒരു വിഭാഗത്തിലോ പെട്ടവർ മാത്രമല്ല. സ്ത്രീപീഡകന്മാരെ സമൂഹമാകെ ഒറ്റപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പാലത്തായി സംഭവത്തിന് ഉത്തരവാദിയായ അധ്യാപകൻ്റെ പേരിൽ മാതൃകാപരമായ ഒരു ശിക്ഷയാണ് കോടതിയിൽ നിന്നുണ്ടായത്. മരണം വരെ ജീവപര്യന്തം. ആ കേസ് തേച്ചുമായ്ച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം BJP ഉന്നത തലങ്ങളിൽ നടത്തിയിരുന്നു. പക്ഷേ അന്വേഷണ സംഘം തെളിവുകൾ കണ്ടെത്തി ശാസ്ത്രീയമായ വിവരങ്ങളൊക്കെ എടുത്ത് പുറത്തു കൊണ്ടുവന്നിട്ടാണ് ശിക്ഷ നൽകിയത്. അതുകൊണ്ട് സ്ത്രീപീഡകന്മാർ ആരായാലും സ്ത്രീപീഡകന്മാരാണ്. 10 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി തുടർച്ചയായി പീഡിപ്പിച്ച ആ അധ്യാപകൻ ഗുരുവല്ല, പിന്നെയോ സമൂഹത്തിനാകെ വെറുക്കപ്പെട്ട ഒരാളാണ്. ഇതാണ് ആ സംഭവത്തിൻ്റെ വസ്തുത. അതുകൊണ്ട് ആ വസ്തുതകൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിലപാട് മാത്രമേ CPM-നുള്ളൂ. CPIM എല്ലാ പ്രശ്നങ്ങളിലും ശരിയായ നിലപാട് സ്വീകരിക്കുന്നത് പോലെ ഈ പ്രശ്നത്തിൽ സ്വീകരിച്ച ശരിയായ നിലപാട് സ്ത്രീ പീഡനത്തെയാണ് എതിർക്കുന്നത്. അതിന് ഉത്തരവാദികൾ ആരാണോ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. പീഡനത്തിന് വർഗീയതയില്ല. പീഡകന്മാരെ വർഗീയമായി ചെയ്തിരിക്കാൻ കഴിയില്ല. അവരാരാണോ പീഡനം നടത്തുന്നത് അവരാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കുപ്രസിദ്ധി ആർജിച്ചല്ലോ. ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നത്തെ വർഗീയമായിട്ടല്ല കാണേണ്ടത്. അതുപോലെ പാലത്തായി സംഭവത്തെ വർഗീയമായിട്ടല്ല കാണേണ്ടത്. ഹരീന്ദ്രൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എല്ലാ വിഭാഗത്തിലും പെട്ട പീഡകന്മാരെ ഒറ്റപ്പെടുത്തുന്ന സമൂഹം എന്നുള്ളതാണ്. അതിനെ വക്രീകരിച്ച് അവതരിപ്പിക്കുന്നതാണ് തെറ്റ്. ഇതിൽ അന്നുണ്ടായ ക്യാമ്പയിൻ മാധ്യമ സുഹൃത്തുക്കൾ ഓർക്കണം. അന്ന് ഗവൺമെൻറ്റിനെതിരായി ഒരു ഭാഗത്ത് BJP, മറ്റൊരു ഭാഗത്ത് SDPI, വേറൊരു ഭാഗത്ത് ലീഗ്, ഇവരെല്ലാം ചേർന്ന് ഗവൺമെൻറ് വിരുദ്ധ പ്രസംഗങ്ങളും പ്രചാരവേലകളും വ്യാപകമായി നടന്നു. ഇതാ സംഘപരിവാറുകാരനെ രക്ഷിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു പുതിയ പ്രചാരവേലയുണ്ട്. ഏത് പ്രശ്നത്തെയും സംഘപരിവാറിനെ സഹായിക്കുകയാണ് ഇടതുപക്ഷം എന്നുള്ള പ്രചാരവേല. ആ പ്രചാരവേലയിൽ ഒരർത്ഥവുമില്ല. മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചിലർ പറയാറുണ്ട് BJPയെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതിലൊരു വസ്തുതയുമില്ല. പച്ചക്കള്ളമാണത്. CPM-ഓ ഇടതുപക്ഷമോ സംഘപരിവാറിൻ്റെ വക്താക്കളല്ല, അവരെ സഹായിക്കുന്നവരല്ല. അവരുടെ രാഷ്ട്രീയത്തോട് ഒട്ടും യോജിപ്പില്ല. അവരുടെ രാഷ്ട്രീയം ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയമാണ്, വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ്. ഭരണഘടന 1950 ജനുവരി 26 പാസ്സാക്കിയത് അംഗീകരിക്കുന്നില്ല അവർ. പിന്നെ എങ്ങനെയാണ് അവരെ അനുകൂലിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുക? വർഗീയത ഏതായാലും തെറ്റാണ്. ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത, മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയത. RSSും സംഘപരിവാറും ഉയർത്തുന്ന വർഗീയ ഫാസിസ്റ്റ് വെല്ലുവിളിയെ നേരിടാൻ ജമായത്തെ ഇസ്ലാമിയും സുഡാപ്പിയും ചേർന്ന് എന്തെങ്കിലും കോപ്രായം കാട്ടിയാൽ നടക്കില്ല. ഇവിടെ സംഘപരിവാറുകാരനായ ഒരു നേതാവിൻ്റെ 10 വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച നടപടിക്കെതിരായി ഇടതുപക്ഷം തികച്ചും ശരിയായ നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ആ ഘട്ടത്തിലാണ് സംഘപരിവാറുകാരും ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നു, സുഡാപ്പിയും കുറ്റപ്പെടുത്തുന്നു, ലീഗും കുറ്റപ്പെടുത്തുന്ന നില വന്നത്. ആ പ്രശ്നമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ ഒറ്റ പക്ഷമേ ഉള്ളൂ, സ്ത്രീപക്ഷം, കുട്ടികളുടെ പക്ഷം. പോസ്കോ കേസാവുമ്പോൾ കുട്ടികളുടെ പക്ഷത്താണ് നമ്മളെല്ലാം നിലകൊള്ളേണ്ടത്. RSSൻ്റെ ശാഖയെന്നാണല്ലോ അച്ഛൻ്റെ കയ്യും പിടിച്ചു പോയ ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ ആനന്ദ് അജി എന്ന് ഇന്ന് 24 വയസ്സിലേക്ക് എത്തിയപ്പോൾ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ട ആ ചെറുപ്പക്കാരൻ എഴുതി വെച്ചത്, ഒരാളും RSSൻ്റെ ശാഖകളിൽ പോകാൻ പാടില്ല. എന്തുകൊണ്ട്? എൻ്റെ അനുഭവം അതാണ്. ഞാൻ പീഡിപ്പിക്കപ്പെട്ടു തുടർച്ചയായി. ലൈംഗിക പീഡനമാണ് RSSൻ്റെ ക്യാമ്പിൽ നടക്കുന്നത്. ഇതിൻ്റെ മറുഭാഗത്ത് സുഡാപ്പിയും ജമായത്തെ ഇസ്ലാമിയും അവരുടെ ഭീകരവാദ പ്രസ്ഥാനവും ആയുധ പരിശീലനം നടത്തിക്കൊണ്ട് അണികളെ യഥാർത്ഥത്തിൽ സാമൂഹ്യ വിരുദ്ധ ചെയ്തികൾ ചെയ്യാനാണ് പ്രേരിപ്പിക്കുന്നത്. രണ്ടും എതിർക്കേണ്ട ഒന്നാണ്.
അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കണ്ട. കാഞ്ഞിരക്കുരുവിൽ നിന്ന് മധുരം കിട്ടില്ല. പക്ഷേ നന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന, മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാർ അതിനെതിരാണ്. രാഹുലിനെ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രചരണ രംഗത്ത് ഉപയോഗിച്ചാൽ കുറ്റിച്ചൂലായിരിക്കും പാലക്കാട് കോൺഗ്രസിൻ്റെ വീടുകളിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെ വരവേൽക്കുക. കുറ്റിച്ചൂല് ഉപയോഗിച്ചിട്ട് ലോകത്തൊരാളെയും കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ കയ്യിലെല്ലാം വാട്സപ്പ് ഉണ്ട്, അല്ലെങ്കിൽ മൊബൈലുണ്ട്, നെറ്റുണ്ട്. ഇതിൽ ഗൂഗിൾ പേ ഉണ്ട്. ഗൂഗിൾ പേ ഇലക്ട്രിസിറ്റി ഓഫീസിലും BSNLലും പണം അടക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രാഹുലിൽ ലൈംഗിക അശ്ലീല പ്രചാരവേലക്ക് ഈ ഗൂഗിൾ ഉപയോഗിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന പുതിയ ശാസ്ത്രവിദ്യയിലൂടെ ലൈംഗിക പീഡനത്തിന് പുതിയ മാനങ്ങൾ നൽകിയ രാഹുലിനെ കുറിച്ചാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നന്മ നിറഞ്ഞ ഒരാളെന്ന് കാണുന്നത്. അദ്ദേഹം UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തിയാൽ ഉറപ്പ് അവിടെ കുറ്റിച്ചൂല് കൊണ്ടായിരിക്കും UDFൻ്റെ വീടുകളിലുള്ള സ്ത്രീകൾ നേരിടുക. കോൺഗ്രസ് അല്ലേ പുറത്താക്കലും അകത്താക്കലുമാണല്ലോ കോൺഗ്രസ്, അല്ലാതെ തെറ്റിനെതിരായ നിലപാടല്ലല്ലോ. അവർ പുറത്താക്കും, അകത്താക്കും. അവർ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അകത്താക്കുന്നതിൻ്റെ മറ്റൊരർത്ഥമാണ്. പ്രതിഷേധം എന്ന് പറയുന്ന ഒരാളെ കായികമായി നേരിടലല്ല. മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രതിഷേധത്തിൻ്റെ കൊടുങ്കാറ്റിനേക്കാൾ വലുതല്ല മറ്റൊരു പ്രതിഷേധവും. അതുകൊണ്ട് രാഹുലിനെതിരായിട്ടുള്ള പ്രതിഷേധം കേരളത്തിലെ ജനമനസ്സുകളിൽ ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരായാലും അവരുടെ മനസ്സിൽ കൊടുങ്കാറ്റിൻ്റെ പ്രതിഷേധമാണ്.